ഹലോ ഗായ്സ്, എൻ്റെ എല്ലാ കുട്ടികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നൊരു മാരിയമ്മൻ പൂജയ്ക്ക് പോകാനുണ്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പാലക്കാട്ടിലുള്ളവർക്കൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിഷുവേല പൊങ്കൽ എന്നൊക്കെ പറയുമ്പോൾ ഒന്നാണ് കേട്ടോ മാരിയമ്മൻ പൂജ എന്നുള്ളത്. ഏപ്രിൽ വിഷു കഴിഞ്ഞിട്ട് മെയ് അവസാനിക്കുന്നതിനുള്ളിൽ ഏകദേശമുള്ള അമ്പലങ്ങളിലൊക്കെ മാരിയമ്മയുടെ അമ്പലത്തിലെല്ലാം പൂജ നടക്കാറുണ്ട് കേട്ടോ. അതിലൊരു പ്രസിദ്ധമായ ഒരു അമ്പലത്തിലെ മാരിയമ്മൻ പൂജയ്ക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീടിനോട് അടുത്താണ്, നടന്നുകൊണ്ട് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും കിച്ചറിൻ്റെ ചേച്ചിയും പിള്ളേരും കൂടെ പോകാം കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ 3 ആന നിരന്ന് നിൽക്കുന്നുണ്ട്. ഈ ആനയെ കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. കാരണം ബാക്കിയുള്ള വേല പരിപാടികളെല്ലാം ഈ ആനയുടെ ഫ്രണ്ടിൽ പോയി. അപ്പോൾ നമുക്ക് ഈ ആനയെ കടന്ന് അപ്പുറത്ത് പോകണം. എനിക്ക് പണ്ടൊന്നും ആന ഇത്ര പേടിയില്ല കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു. കാരണം എല്ലാ പൂരത്തിനും എനിക്ക് ആന ഇടഞ്ഞു എന്ന് കേട്ടിട്ടാണ് തോന്നുന്നു അബി എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണ്ട അപ്പുറത്തേക്ക് കിടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആനയെ കടന്ന് ഫ്രണ്ടിലെത്തി. ഇനി അങ്ങോട്ട് മുഴുവൻ വേലകളാണ് കേട്ടോ. ഓരോ പരിപാടിയാണ്. എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവേ. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. എല്ലാ പരിപാടിയും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വന്ന് നിൽക്കുക കേട്ടോ. നമ്മളെല്ലാ വേലയും കാണാൻ വേണ്ടിയിട്ട്. ബാൻഡ് സെറ്റ്, ശിങ്കാരമേളം, പൂക്കാവടി, അതുപോലെ ഒരുപാട് വേഷങ്ങളൊക്കെ ഉള്ള നല്ല വലിയൊരു മാരിയമ്മ പൂജ തന്നെയാണ് കേട്ടോ അത്. കഴിഞ്ഞ വർഷം ഞാനിത് കാണാനുണ്ടായിരുന്നില്ല, ഞാൻ അബുദാബിയിലായിരുന്നു. അതിന് മുമ്പത്തെ വർഷം ഞാൻ കിച്ചോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം പിന്നെ കിച്ചോട്ടിനില്ല, അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഒരുപാട് പരിപാടികളുണ്ട്. വേല മുഴുവൻ അമ്പലം പിന്നെ നമുക്ക് മാരിയമ്മയെ തൊഴാൻ പറ്റില്ലേ, അത്ര തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഒരു ഷോർട്ട് കട്ട് കൂടെ വലിയൊരു പാടത്തിൻ്റെ സെൻറ്ററിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ പാടവരമ്പത്തിൽ കൂടെ ഞങ്ങൾ വേല എത്തുമ്പോഴേക്കും അമ്പലം എത്തി കേട്ടോ. അമ്പലം എത്തിയതും അത്രയും കളിപ്പാട്ടങ്ങളും കടകളായിരുന്നു കേട്ടോ. പിന്നെ ഏത് സൈഡാണ് നോക്കേണ്ടതെന്ന് അറിയില്ല. എൻ്റെ കണ്ണിൽ പെട്ടത് എന്താ അറിയോ, ഒരു അങ്കിള് കുടിച്ചിട്ട് വണ്ടി എടുക്കാൻ കിട്ടുന്നില്ല കേട്ടോ. അത്രയും ആൾ ഫിറ്റാണ്. ഏതോ ഒരാൾ പറഞ്ഞിട്ട് അയാളെ കുട്ടികളെ പോലെ ഫ്രണ്ടിലിരുത്തിയിട്ട് ഓട്ടിട്ട് പോകണം കേട്ടോ. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരി എടുക്കാൻ പറ്റില്ല. പിന്നെ വേലയും പൂരവും എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഇല്ലാതെ എന്താല്ലേ. പിന്നെ അബി കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കുട്ടികളെ പോലെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നെയും കൈപിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. മേമേ അത് കാണിച്ചു തരാം, ഇത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനതൊക്കെ കുറച്ച് നോക്കിയിട്ട് നേരെ വിട്ടത് നമ്മുടെ സെക്ഷനിലേക്കാണ് കേട്ടോ. അതായത് കുപ്പിവള എടുക്കാൻ. കുറേ കാലമായി കുപ്പിവള ഇടണമെന്നൊരു മോഹം കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെ അമ്മമാരെ കുപ്പിവളയും കൊണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കൈ നിറച്ചിട്ടിട്ടോ ഒരു ഓർമ്മ മാത്രമേ ഇല്ലേ. ഞാനിത് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഈ ഇടയിലൂടെ ഞാൻ ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞില്ല, ആ ചന്തയ്ക്ക് പോയത് കുപ്പിവള വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടോ. പക്ഷെ എനിക്ക് വള കിട്ടിയില്ല, പ്ലെയിൻ വള കിട്ടിയില്ല. ഇവിടെയാണെങ്കിൽ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് ഇതുപോലൊരു റെഡായിരുന്നു കേട്ടോ. ഒരുപാടൊന്നും എടുത്തില്ല, ഒരു 6 പീസ് റെഡ് വള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലേക്ക് അത് വലുതായിരുന്നു കേട്ടോ. ഈ നമ്മുടെ കയ്യിൽ മുഴുവൻ വലിയ വളകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തൊട്ടടുത്ത് വേറെ നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം ഇവിടെ നോക്കി നിന്നത് കാരണം വാങ്ങാതിരിക്കേണ്ട വേണ്ടി ഒരു 6 പീസ് റെഡ് വള വാങ്ങി. പിന്നെ തൊട്ടടുത്ത് പോയി വേറെ 2 കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വാങ്ങി. ഈ റെഡ് ഓൾറെഡി കയ്യിൽ ഞാൻ അവിടെ നിന്ന് ഇടിപ്പിച്ചത് കാരണം മറ്റേ വള ഞാൻ ഇട്ടില്ല. എൻ്റെ കൈക്ക് പറ്റുമോ എന്ന് നോക്കിയതിന് ശേഷം കയ്യിലിട്ടില്ല, വാങ്ങിയിട്ട് നമ്മൾ. അതിന് ശേഷം പിന്നെന്താ കുറച്ച് കോലുമുട്ടായി വാങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ വേല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി പുറത്ത് ചാടാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. പൂരത്തിന് വേലയ്ക്കും വന്നു വെച്ചാൽ കാളനും അതില്ലാതെ പരിപാടി ഇല്ലല്ലോ. കാളനും കഴിച്ച് കുറച്ച് കടലയും വാങ്ങി അതും കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഓരോ വേലയായിട്ട് അമ്പലം എത്താൻ തുടങ്ങി. പിന്നെ ആദ്യമായിട്ടാണ് കിച്ചോടനൊന്നും ഇല്ലാതെ ഈ രാത്രി ഞങ്ങൾ മാത്രമായിട്ട് വരുന്നു കേട്ടോ.
പിന്നെ ഞാൻ ഒന്നാമത് ഈ വേലയ്ക്ക് ആദ്യമായിട്ടാണ് വന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത്, ഈ രാത്രി ഇങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോണേ.